ശബരിമല തീർത്ഥാടനം കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കാൻ തീരുമാനം. മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. ബുക്കിംഗ് ചെയ്യുന്ന ദിവസം തന്നെ തീർത്ഥാടകർ വരണമെന്നും അവലോകന യോഗത്തിലെ നിർദ്ദേശം. സ്പോട്ട് ബുക്കിംഗ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇനി മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, നോക്കൂ, അതായത് ഈ വരാനായി ബുക്ക് ചെയ്യുന്നു, സ്പോട്ട് ബുക്കിംഗ് അല്ലാതെ വരുന്നു, ആ ദിവസം വരാതിരിക്കുക, മറ്റെവിടെയെങ്കിലും തങ്ങുക, അങ്ങനെ ഈ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പാടില്ല. എല്ലാവരും ബുക്ക് ചെയ്യുന്ന ദിവസം തന്നെ വരണം, കാനനപാത വഴി എന്നാണോ? കൃഷ്ണരാജ്, ശബരിമല മണ്ഡലകാലം ആരംഭിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് എരുമേലിയിൽ ഒരു അവലോകന യോഗം ചേർന്നു. കാനനപാത വഴി ധാരാളം ഭക്തജനങ്ങൾ ഈ മണ്ഡലകാലത്ത് എത്തുന്നുണ്ട്. ഈ കാനനപാത വഴിയുള്ള ഭക്തജനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കണം എന്നുള്ളതായിരുന്നു ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, അത് ശബരിമല ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത അവലോകന യോഗമാണ് അല്പസമയം മുൻപ് എരുമേലിയിൽ പൂർത്തിയായത്. അതിലെ പ്രധാനപ്പെട്ട അജണ്ട ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. 1. ഈ സ്പോട്ട് ബുക്കിംഗ് ഒപ്പം വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യാത്ത ആളുകൾ കാനനപാത വഴി സഞ്ചരിക്കരുത്. 2. കാനനപാത വഴി തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഭക്തജനങ്ങൾക്ക് പുതിയതായി ഏർപ്പെടുത്തും. മുഴക്കുഴിയിലാണ് ഇതിനുവേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 500 ഭക്തജനങ്ങൾക്ക് സ്പോട്ട് ബുക്കിംഗ് ഇവിടെ ക്രമീകരിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, ഈ സ്പോട്ട് ബുക്കിംഗും ഒപ്പം വെർച്വൽ ക്യൂ ബുക്കിംഗും ചെയ്തതിനു ശേഷം കാനനപാത വഴി ഈ ദിവസം തെറ്റിയെത്തുന്ന ഭക്തജനങ്ങളുണ്ട്. ഇത്തരത്തിൽ എത്തുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കും. സ്പോട്ട് ബുക്കിംഗ് പ്രകാരം ഈ സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ അവർക്ക് ഈ ദിവസം തെറ്റിയാണ് ദർശനം നടത്താനുള്ള അവരുടെ ശ്രമമെങ്കിൽ അത് പിന്നീട് ക്രമീകരിച്ച് സ്പോട്ട് ബുക്കിംഗ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ, മല കയറാനുള്ള അനുവാദം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തീരുമാനം. ഒപ്പം വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയതിനു ശേഷവും ദിവസം തെറ്റിയെത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അവരെയും ഇത്തരത്തിൽ തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ദിവസം തെറ്റിയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് പ്രകാരം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നുള്ള കർശന തീരുമാനം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് ചേർന്നിരിക്കുന്ന അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. മറ്റൊന്ന്, ഈ കാനനപാത വഴി സഞ്ചരിച്ച് എത്തുന്ന ഭക്തജനങ്ങൾ കൃത്യമായി തന്നെ കാനനപാതയിൽ കൂടി തന്നെ സഞ്ചാരം നടത്തണം എന്നുള്ളതാണ് ഇന്ന് ചേർന്നിരിക്കുന്ന അവലോകന യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. പല ഭക്തജനങ്ങളും കാനനപാത വഴി സഞ്ചാരം നടത്തുമ്പോൾ വഴിതിരിച്ച് പരമ്പരാഗത തിരുവാഭരണ പാതയടക്കമുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ച് കാനനപാതയിലേക്ക് തിരിയാറുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കാൻ പാടില്ല. കാനനപാത വഴി ആണ് ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് മുഴുവൻ സമയവും കാനനപാത വഴി തന്നെയാകണം എന്നുള്ള ഒരു നിർദ്ദേശം. ഇത് വന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമായി ചേർന്ന് തന്നെ ഈ കാര്യത്തിൽ ക്രമീകരണം നടത്തുമെന്നും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം ആയിരിക്കുന്നു. എന്തായാലും കാനനപാത വഴി കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഇവരെ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ. അത് പ്രധാനമായും ഹൈക്കോടതിയുടെ വിമർശനമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ, ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങൾ എന്നുള്ളതാണ് ദേവസ്വം ബോർഡും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുകയും ചെയ്യുന്നത്. 500 പേർക്ക് മുഴക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. ഇതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയാണെങ്കിൽ കാനനപാതയിൽ തന്നെ മറ്റിടങ്ങളിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഇനി ഉണ്ടാകും എന്നുള്ളതാണ് നിയന്ത്രണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിൽ കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കാൻ തീരുമാനമാകുന്നു. മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. ബുക്കിംഗ് ചെയ്യുന്ന ദിവസം തന്നെ തീർത്ഥാടകർ വരണം. 500 പേർക്കാവും സ്പോട്ട് ബുക്കിങ്ങിന് ഉള്ള അവസരം. അങ്ങനെ ബുക്ക് ചെയ്യുന്നവർ ആ ദിവസം തന്നെ എത്തണം എന്നാണ് തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.